സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടുന്നു. സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടുന്നു. ചേർന്ന് പാടിയേ. സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ. പാടാത്തവർ കൂടെ ഒന്ന് പാടിയ വരികൾ. സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടുന്നു. യഹൂദാ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹൂദാ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. നാം ചെയ്യേണ്ടത് സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾക്കല്ലയോ. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾക്കല്ലയോ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ആഗ്രഹിക്കുന്നവർ ഒന്ന് പറഞ്ഞേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിൽ. ആ കരങ്ങളെ ഉയർത്തിയ വരികളൊന്ന് പറഞ്ഞേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, തൻ സ്തുതി എന്നും എപ്പോഴും എന്നാവിലിരിക്കും. ആ വാക്ക് നമുക്കറിയാമല്ലേ, ദാവീദിന്റെ വാക്കുകളാണ്. ഞാൻ യഹോവയെ അവന്റെ സ്തുതി. അവനത് പറഞ്ഞത് ഇതുപോലെ AC റൂമിൽ ഇരുന്നല്ല കേട്ടോ. ആമേൻ. സന്തോഷത്തിന്റെ അനുഭവത്തിലുമല്ല, പകരം ജീവൻ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഭീതിയിൽ. ആമേൻ. ഒരു മാനുഷിക ഭീതി അവനിൽ ഉണ്ടായിരുന്നിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഭ്രാന്തനെ പോലെ ആഖീഷ് എന്ന രാജാവിന്റെ മുൻപിൽ ശൗലിന്റെ നിയമപ്രകാരം, ആവശ്യപ്രകാരം ദാവീദിനെ എവിടെ കണ്ടാലും കൊല്ലണമെന്നുള്ള ആജ്ഞ ലഭിച്ച ആ മനുഷ്യന്റെ മുൻപിൽ ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുമ്പോൾ ആ ഭക്തന്റെ അധരത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. എന്താണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം. ഒന്ന് പറഞ്ഞ, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. എന്താ? സ്തുതി, പ്രൈസ്. ആമേൻ. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടത് നിരാശയുടെ വാക്കല്ല, പ്രതികൂലത്തിന്റെ വാക്കല്ല, സംശയത്തിന്റെ വാക്കല്ല. സ്തുതി ഉയരണം. എത്ര പേരൊന്ന് പകൽ ഏറ്റെടുക്കും? എത്ര പേരൊന്ന് പകൽ ഏറ്റെടുക്കും? അത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കും, ഒരു മാറ്റം സംഭവിക്കും, ഒരു ഉണർവ് വ്യാപരിക്കുമെന്ന് പകലും. അബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ആ വരികളൊന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. പാടിയേ. സ്തോത്രത്തോടെ പാടിയാട്ടെ. സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടുന്നു. സഭയെ, സ്തോത്രത്തോടെ സ്തുതി
സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടുന്നു. ചേർന്ന് പാടാം. സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടും. ഒരിക്കൽ കൂടെ. സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ സഭ ഒരുമിച്ച് പറഞ്ഞ് യഹൂദ യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. ചേർന്ന് പാടി. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തുതികൾ സ്തുതികൾ മേലോട്ടുയരട്ടെ. പറഞ്ഞാട്ടെ. വിജയം നമ്മൾ കല്ലയോ. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം. അബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ഞാൻ യഹോവയെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതിയെന്നും എപ്പോഴും എന്നാവിൽ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതിയെന്നും എപ്പോഴും എന്നാവിൽ. അതുകൊണ്ട് ഒരുമിച്ച് സ്തോത്രത്തോടെ സ്തോത്രത്തോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ എല്ലാം മറന്നപ്പാ. ആമേൻ. സ്തോത്രത്തോടെ സ്തുതിയോടെ സ്തുതിയോടെ നിൻ സന്നിധിയിൽ ഞങ്ങൾ വസിച്ചിടും. സഭ ഒരുമിച്ച് പറഞ്ഞാട്ടെ. യഹൂദ പോകട്ടെ, യുദ്ധം യഹോവയ്ക്ക് ുള്ളത്. ശബ്ദമുയർത്തി. യഹൂദ മുൻപേ പോകട്ടെ, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തുതികൾ മേലോട്ടുയരട്ടെ, വിജയം ഞങ്ങൾ കല്ലയോ. സ്തുതികൾ ഉറപ്പുള്ളവർ ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതിയെന്നും എപ്പോഴും. ഞാൻ യഹോവയെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതി. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ വന്നവർ ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒരുമിച്ച് ഞാൻ യഹോവയെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. താൻ സ്തുതിയെന്നും എപ്പോഴും. ആത്മാവിന്റെ ഐക്യതയിൽ എന്ന് പറഞ്ഞ വരികൾ. ഞാൻ യഹോവയെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും താൻ സ്തുതിയെന്നും എപ്പോഴും. അബോധ്യമുള്ളവർ ഒരുമിച്ച് ഹാ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ,
മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത. ഓ, ആ ദൈവത്തെ ഉയർത്തുമ്പോൾ ആത്മനിറവിലൊന്ന് ഉയർത്തിയേ. പരിശുദ്ധൻ മഹോന്നത, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ഒന്ന് പാടി യഹൂദ
ചെയ്യേണ്ടതൊന്നു മാത്രം. സ്തുതികൾ മേലോട്ടുയരട്ടെ. വിജയം നമ്മൾ കല്ലയോ. സ്തുതികൾ മേലോട്ടുയരട്ടെ. വിജയം. ആ ഒരു ബോധ്യമല്ലേ പ്രിയരെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വഴി നടത്തുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്തൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ക്രിസ്തീയ ജീവിതം സുഖദുഃഖ മിശ്രിതമാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ പറയും, ഞാൻ എന്റെ ചുവട് മുന്നോട്ടാണ് എന്റെ കർത്താവിന്റെ കൂടെ. കാരണം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരുവൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. കമോൺ, എത്ര പേർക്ക് പറയാൻ കഴിയും? അതുകൊണ്ട് എനിക്ക് ഭയമില്ല, കാരണം യുദ്ധം യഹോവയ്ക്ക്. ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പഴയ നിയമത്തിൽ, അല്ലെ? യഹോശഫാത്ത് 3 രാജ്യങ്ങൾ ഒരുമിച്ച് ആക്രമിക്കാൻ, ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന യഹോശഫാത്തും തന്റെ ജനങ്ങളും പ്രവാചകങ്ങളുടെ കേട്ട ദൈവശബ്ദം, ഇവരെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, യുദ്ധം. ഒന്ന് പറഞ്ഞ യുദ്ധം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നും കൂടെ ഞാൻ പറയുക. അത് കേട്ട് യഹോശഫാത്ത് മിണ്ടാതിരുന്നില്ല, അത് കാണാൻ വേണ്ടി നോക്കി ഇങ്ങനെ കൈയും കെട്ടിയിരുന്നില്ല. പകരം യുദ്ധം ചെയ്യുവാൻ ഭടന്മാരെ, പട്ടാളക്കാരെ നിയമിച്ചു. അതിന് നടുവിൽ അല്ല, അതിന് മുൻപിൽ സംഗീതക്കാരെ നിയമിച്ചു. ആമേൻ, 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 ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതായത് ജയം കാണുന്നതിന് മുൻപേ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആ ഭക്തൻ തീരുമാനിച്ചു. ഇന്ന് പകലിൽ നിങ്ങളുടെ വിഷയങ്ങളല്ല വലുത്, ആ വിഷയങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ദൈവമാണ് വലുത്. ആത്മാവിൽ ഞാനൊരു ദൂതായി വിളിച്ചു പറയുക, നിങ്ങൾ വിഷയത്തെ കണ്ട്, പ്രയാസത്തെ കണ്ട്, കണ്ണുനീരിനെ കണ്ട് ദൈവത്തെ നോക്കരുത്. പകരം അതിനപ്പുറമായി ദൈവത്തെ കണ്ടുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ നോക്ക്. അവിടെയാണ് ആരാധന ഉയരുന്നത്. അവിടെയാണ് ആരാധന ഉയരുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളൊക്കെ ഇന്ന് പകലിൽ നന്നായി അടിച്ച് ശക്തിയോടെ എനിക്ക് വേണ്ടി പൊരുതുവാൻ ഒരുവൻ എന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഈ മരുഭൂ യാത്രയിൽ ഞാൻ തളർന്നു പോകുകയില്ല. പകരം ഞാൻ ആർത്തു പാടി എന്റെ ദൈവത്തെ ഉയർത്തും. ആ ബോധ്യമുള്ളവർ കരങ്ങളൊക്കെ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ച് യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, എന്നേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശു തന്റെ കൂടെ വാഴാൻ, ഒരിക്കൽ കൂടെ യേശുവോട് യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. പോക്കി എന്റെ ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആർക്കും നേതൻ കൂടെ വാഴാമെന്ന് സാധ്യമോ, ആത്മദാഹം വർദ്ധിക്കട്ടെ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര. ആമേൻ, ആമേൻ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവർ.
ശ്രേഷ്ഠമേറും നാട്ടിൽ എന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവർ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ നല്ലവനെ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ അല്ല തീർപ്പാൻ എന്നു വന്നു ചേർത്തിടുമെന്നേ നല്ലവനെ വല്ലവനെ പൊന്നുകാന്തനെ എന്നു വന്നു ചേർത്തിടുമേ തുല്യമില്ല വീണകളേന്തി തുല്യമില്ല ബോധത്തോട് വീണകളേന്തി ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനാ ഹല്ലേലൂയ ഗാനം പാടി അതിനാ യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ ഇന്ന് പകലും കർത്താവിനോടുള്ള ആഗ്രഹം വർദ്ധിക്കട്ടെ ആശു തന്റെ കൂടെ വാഴാശിച്ചിടുന്നേ ആശു തന്റെ കൂടെ വാഴ യേശുവോട് 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 പ്രബോധമേ യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ യേശുവോട് ചേർന്നിരിപ്പതെത്ര അത് ജീവിതത്തിനൊരു ഭാഗമായി തീരട്ടെ അങ്ങനെയുള്ളവർ ചേർന്ന് പറഞ്ഞേ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നു വാഴ്ത്തുമേശുവേ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടുക അനുഭവിച്ചവർ ഒരിക്കൽ കൂടെ ആർത്തുപാടി ആ കൈകളൊക്കെ നടിച്ച് ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ആമേൻ 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 ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലുവാൻ ഓരോ വാക്കുകൾ തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ലുവാൻ പകരമായി ആർത്തുപാടി കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ എല്ലാം മറന്ന് ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ല വിശ്വാസത്താൽ ഞാൻ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ വിശ്വാസത്താൽ യാത്ര ചെയ്യുമെൻ വീട്ടിലെത്തുവോളം ക്രൂശിൻ പാതയിൽ വൻതിര പോലോരോ ക്ലേശങ്ങൾ വന്നാലും വല്ലവൻ ചൊൽകിൽ എല്ലാം മാറിടും വൻതിര പാടിയേ ആമേൻ ഒരു വാക്ക് ആറ്റുപാടി ആറ്റുപാടി ഞാൻ ആനന്ദത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ആമേൻ 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 ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ
സ്വന്ത ബന്ധു മിത്രദേവരും എന്നെ കൈവിട്ടാലും ഭേദമെന്തിനാ. എൻ സ്വന്ത ബന്ധു മിത്രദേവരും എന്നെ കൈവിട്ടാലും കൈവിടില്ലെന്നതൻ വാഗ്ദത്തമുള്ളതാ ആശ്രയിച്ചെന്തും ആശ്വസിക്കും ഞാൻ. കൈവിടില്ല ആ വാഗ്ദത്തം അനുഭവിക്കുന്നവർ ആ കരങ്ങളൊക്കെ അടിച്ച് ആർത്തുപാടി വേറെയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ലവനാ, ഇത്ര നല്ല രക്ഷകൻ. ഹല്ലേലൂയ. വിശ്വാസം കാത്തു ഓട്ടമോടിയൻ ആയുസ്സെല്ലാം നല്ല പോർ നടത്തും ഞാൻ. വിശ്വാസം കാത്ത് ഓട്ടമോടിയൻ ആയുസ്സെല്ലാം നല്ല പോർ നടത്തും ഞാൻ. പിന്നെ എൻ യേശുവിൻ പാദമണഞ്ഞു ഞാൻ എന്നാലും സ്തോത്ര ഗീതം പാടിടും. പിന്നെ എൻ യേശുവിൻ പാദമണഞ്ഞു ഞാൻ എന്നാലും സ്തോത്ര ഗീതം ആർത്തുപാടി രക്ഷകൻ വേറെയിൽ ഹല്ലേലൂയ. ആത്മാവിലൊന്ന് പറഞ്ഞേ, ഇത്ര നല്ല രക്ഷകൻ. അതുകൊണ്ട് ചേർന്ന് കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എന്റെ ആഗ്രഹം. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവ തന്നെ എന്റെ ആഗ്രഹം. പറഞ്ഞേ, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും ചേർന്ന് ചൊല്ലും ഞാൻ. കാരണം അതൊന്നും എന്നെ യേശുകയില്ല, പകരം ഞാൻ സ്തുതിക്കും. ആർത്തുപാടി ഞാൻ രക്ഷകൻ വേറെയിൽ സഭയത് പാടണം. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഇത്ര നല്ല രക്ഷകൻ. ആത്മമണ്ഡലം അത് കേൾക്കട്ടെ. അതുകൊണ്ട് ആർത്തുപാടി ആ ക്ഷീണങ്ങളൊക്കെ ഒന്ന് മറന്ന് ആത്മാവിൽ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയിൽ ഹല്ലേലൂയ. ആർത്തുപാടി ഞാൻ ശവം ദരം ദലേ ലഖോതോ രേഖെ വേലെ രേഖെ തേലെ രേഖെ ശംദരം ദരം ദരക മൗദരം ദരേഖെ റിഖ ധാര റിഖ മാന വേലെ റിഖം തോറോ രേഖെ വേലെ ലവാല ധരാക റിഖം തേരേഖെ തേരെ ശവം ധരം ദേ റിഖം തോ റിഖ മാന ലഖോതോ റിഖ തേരെ ശവം ധരം ദലേഖെ ലഖോതോ രേഖെ വേലെ രദാവനം ധരാക റിഖോതോ രേഖെ തേരെ. ശരീരം കൊണ്ട് എത്രത്തോളം ആത്മം നിറവിൽ ആരാധിപ്പാൻ കഴിയുമോ അതുപോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകലും അടുത്തൊരു തലത്തിലേക്ക് ആത്മാവിന്റെ നിറവിലേക്ക് സഭയെ ദൈവം ഉയർത്തുന്നു.
ആരാധനകൾ എല്ലാ കെട്ടുകളും എല്ലാ പാരമ്പര്യങ്ങളും ഇന്ന് പകലിൽ പൊളിയട്ടെ. പുതിയത് 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 ആത്മാവിൽ ചുവടുകൾ വെക്കുവാൻ, ജയത്തിലേക്കുള്ള ചുവടുകൾ, ജയത്തിലേക്കുള്ള ചുവടുകൾ. യെസ് 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 ഇന്ന് പകലും വെളിപ്പെടുന്നു. ദുരം ദരം 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 ശവം ദരം ദരേ ലിഖാബരം ദരാക. യെസ്, കുഞ്ഞുങ്ങളൊക്കെ കരങ്ങൾ അടിച്ച് നോക്കി നിൽക്കാതെ ഒന്ന് ദൈവത്തെ ആരാധിച്ച്. ഓ റബബരം ദരാമരി കമാന ശഖാതരാഖലാക വികം ദരം ദരേകെ ശഖം തോരിബരം തേ റിബാനരം ശവം തേ ലിഖം തോരേകെ ലേകെ തുരാബരം തരേകെ. യെസ് 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 നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം, നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം. അത് നദികളായി വെളിപ്പെടട്ടെ, അത് നദികളായി വെളിപ്പെടട്ടെ. ഓ ബാബ, കെട്ടിക്കിടക്കുന്ന എല്ലാ ചാവുകളിലും ഇന്ന് പകൽ നിറവുകളായി മാറട്ടെ. ഓ റിബാലരം ദേരേകെ ദേരെ 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 ലിഖമാന തംദറോകോ ബേലരേകെ ലേകെ ശഖാ ബാബാ 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 ബാബാ. Yes, 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 yes. Oh, rikam teria la ra ba 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 ba. Rikamana ra ba la ra khada. Uradhana dara 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 mana khada ra dhara. Oh. എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാമോ, എത്രത്തോളം ആത്മാവിൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാമോ. ഇന്ന് പകലും ദൈവശബ്ദം വിടുതലായി വ്യാപരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന്റെ ജീവിതം അനുഗ്രഹമായിരിക്കും. അവന്റെ മുൻപിൽ പ്രതികൂലങ്ങൾ തിരമാല പോലെ ഉയർന്നാലും ആത്മീകൻ കാണുന്നത് ആ തിരമാലയല്ല, അതിന്റെ മുകളിലൂടെ നടന്നു വരുന്ന ക്രിസ്തുവിനെ, ജയാളിയെ. ആത്മിക നിലവാരങ്ങൾ ഇത് പകല് കർത്താവ് മാറ്റുന്നു. ആത്മിക നിലവാരങ്ങൾ എന്തൊക്കെയോ ഭൗതിക നന്മകൾക്ക് വേണ്ടിയല്ല അപ്പാ അങ്ങേ ഞങ്ങൾ പിന്തുടരുന്നത്, അങ്ങയുടെ നാമ മഹത്വത്തിനു വേണ്ടി. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ സ്ട്രെസ് എല്ലാം ദൈവം പാദപീഠത്തിലാണ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മളില്ല, ഇനി അത് നാം നോക്കണ്ട. നമ്മുടെ അധരങ്ങളിൽ സ്തുതികൾ മാത്രം, കാരണം ജയം നമുക്കാണ്. ആ രണ്ട് കരങ്ങളും ആ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഇത്ര നല്ല രക്ഷകനെ ആരാധിപ്പാൻ, ഇത്ര നല്ല രക്ഷകനെ പിന്തുടരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനം ആ നിറ കണ്ണുകളോടെ ഒന്ന് പറഞ്ഞേ, വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. ഒന്ന് പറഞ്ഞാട്ടെ, വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. ഒരിക്കൽ കൂടെ പറഞ്ഞാണ്, വർണ്ണിച്ചിടാ വാക്കു പോരായേ. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ
എഴുത്തുകോൽ പോലെ ആകുന്നുവെന്ന് സങ്കീർത്തനകാരൻ പറയുന്നത്. ആ ദൈവത്തെ ഉയർത്തുവാൻ, ആ ദൈവത്തെ വർണ്ണിപ്പാൻ ഇന്ന് പകലും അതിനായി കടന്നു വന്ന ദൈവജനം സകലം മറന്നു, സകലത് മറന്ന് ആഴമാർന്ന സ്നേഹമേ യേശു നൽകി നടത്തിയിടുന്നു. അളവില്ല ദാനത്തെ, അളവില്ല ദാനത്തെ നാഥൻ നൽകി, നാഥൻ നൽകി. അതുകൊണ്ട് അവസാനമായി ആ കരങ്ങളൊന്ന് ഉയർത്തി ഒരുമിച്ച് വർണ്ണിച്ചിടാൻ, വർണ്ണിച്ചിടാൻ പോരായേ, വർണ്ണിച്ചിടാൻ നാം പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ, വർണ്ണിച്ചിടാൻ വാക്കു പോരായേ. ഇന്ന് പകലിൽ ആത്മാവിൽ ദൈവജനത്തോട് ഞാനൊരു വാക്ക് പറയുക. ഇനി അതരങ്ങളിൽ നിരാശയുടെ വാക്കുകൾ വേണ്ട, ഇനി നാവുകളിൽ സംശയത്തിന്റെ വാക്കുകൾ വേണ്ട, പരാതിയുടെ വാക്കുകൾ വേണ്ട, ആമേൻ, കുറ്റപ്പെടുത്തലുകളുടെ വാക്ക് വേണ്ട. പകരം സ്തുതി ഉയരണം, സ്തുതി ഉയരണം. അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അത് നമ്മുടെ ജീവിതത്തിന് അടുത്തൊരു നിലവാരത്തിലേക്ക്, ആത്മീകവും ഭൗതികമായ നിലവാരങ്ങളിലേക്ക് കർത്താവ് നമ്മളെ ഉയർത്തും. നമ്മുടെ അതരങ്ങൾ അതിനായി വിട്ടുകൊടുക്കണം. എത്ര പേർ പറയും? എത്ര പേർ പറയും? കമാൺ കമാൺ, ആ കരങ്ങളെ ഉയർത്തി ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തേ.